ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാറിൻ്റെ ഭീതി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽപ്പുണ്ട്. നമ്മളെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള ക്രൂഡ് ഓയിലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ നമ്മൾ ഉൽപ്പാദകരല്ല, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദാറ്റ് അതിൻ്റെ പ്രൈസിൻ്റെ ഹൈക്കെന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിനും അവിടുത്തെ എക്സ്പെൻസസിനും നമ്മുടെ യൂസേജിനുമൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അത് ഇപ്പോൾ ഹോട്ടൽ സെക്ടറിലൊക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നത്തിനൊക്കെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ലാസ്റ്റ് ഒരു 2 വീക്സിന് മുന്നേ $64 നിന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്ന് ഓൾമോസ്റ്റ് 115 അടുപ്പിച്ച് എത്തി നിൽപ്പുണ്ട്. സോ അതത്ര നല്ലൊരു പരിപാടിയല്ല. ഈ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെ മറികടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അതിനൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാനിക് സിറ്റുവേഷൻ കാരണം നമ്മുടെ മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് ഫോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് 23,755 നിൽക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്ത് 24,400 ക്ലോസ് ചെയ്തിരുന്നത് എങ്കിൽ, എനിക്കറിയാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്, ഒരു മിനിറ്റ്. ഓക്കെ, 24,400 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ അത് കംഫർട്ടബിൾ ആയിരുന്നു. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അല്ലേ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടൊരു ഫെല്ലിലാണ് നിൽക്കുന്നത്. 24,000 എന്നുള്ളത് മാർക്കറ്റിൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. അതിനും താഴെയാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 23,800 ആയിരുന്നു. അപ്പോൾ ആ ഒരു 800 ടച്ച് ചെയ്ത് 800 താഴെയാണ് നിൽക്കുന്നത്. അത്ര നല്ലൊരു പരിപാടിയല്ല. ഇത് കഴിഞ്ഞാൽ 600 റേഞ്ചിലെ അടുത്ത സപ്പോർട്ടുള്ളൂ. സോ ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 3 ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ദിവസത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. മാർക്കറ്റ് അപ്പോൾ ഓപ്പൺ ചെയ്തതും അതിന് താഴേക്കുള്ള ഒരു പ്രഷറും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ യൂഷ്വലി ഞാനും മാർക്കറ്റിൻ്റെ ആദ്യത്തെ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെയും കാൽക്കുലേഷൻ ഇത് തന്നെയാണ്. മാർക്കറ്റ് താഴേക്ക് ഒരു പ്രഷർ ഉണ്ടായേക്കാം, പിന്നെ മാർക്കറ്റിനകത്ത് ബയ്യേഴ്സ് വന്ന് തിരിച്ച് മാർക്കറ്റിനെ കൊണ്ടുപോകാനാണ് സാധ്യത. ഞാൻ ഒരിക്കലും ഒരു അഗ്രസീവ് ട്രേഡ് ചെയ്യാൻ പറയില്ല. ബിക്കോസ് മാർക്കറ്റിന് ഇതുവരെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയും വീഴണം എന്ന് എക്സ്പെക്റ്റ് ചെയ്തതല്ല, പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഏതൊരു ചെറിയൊരു ടേണിംഗ് പോയിൻ്റ് കണ്ടാലും മാർക്കറ്റ് അടുത്ത സെക്കൻഡിൽ റിവേഴ്സ് അടിക്കും. സോ SL കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ഈ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചാർട്ടിനുള്ളിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു തന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ 24,400 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. 24,400 ടു 24,500 എന്നുള്ളത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് 24,000 ആണ്. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ മാത്രമേ പിന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് നമ്മൾ വാച്ച് ചെയ്യാനുള്ളത് മാർക്കറ്റ് 24,000 മേളിൽ, 24,100 മേളിൽ ശക്തമായി ക്ലോസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒരു പിടിച്ച് നിൽപ്പ് നമ്മുടെ മാർക്കറ്റിനകത്ത്. ഇന്നും ബയ്യർ ലൂസ് ചെയ്ത് പോയിട്ടില്ല. മാർക്കറ്റ് ഇൻ കേസ് ബ്രേക്ക് ചെയ്ത് 23,600 അതിന് താഴേക്കോ എങ്ങാനും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ പിടുത്തം വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാൽക്കുലേഷൻ മാർക്കറ്റ് ബുൾസ് മാക്സിമം മാർക്കറ്റിനെ പിടിച്ച് നിർത്തുന്നുണ്ടോ, മാർക്കറ്റിൽ ആ ഒരു സെർട്ടനിറ്റിയിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഞാനവിടെ നോക്കുക. ഇല്ല, മാർക്കറ്റ് വീഴുകയാണെങ്കിൽ മാർക്കറ്റിന് ഇനി അടുത്തുള്ള ലെവൽ 22,800 റേഞ്ചിലൊക്കെ സപ്പോർട്ടുള്ളൂ.
ഉള്ളൂ. സോ മാർക്കറ്റ് സ്ലൈഡ് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അത്ര പെട്ടെന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ അത് പെട്ടെന്ന് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പെട്രോൾ പ്രൈസസ്, നമ്മുടെ നാച്ചുറൽ ഗ്യാസസ്, നമ്മുടെ LPGയുടെ ഒക്കെ ഗ്യാസസിൻ്റെ പ്രൈസസൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മൾ 100-110 രൂപ കൊടുക്കുന്നിടത്ത് 140-150 പോയാൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ജീവിതത്തിനെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ 1-1.5 ആഴ്ചക്കകത്ത് ഇത് തിരിച്ച് റിവേഴ്സൽ വന്നിരിക്കണം. സോ ഗ്ലോബൽ ലീഡേഴ്സ് അതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇല്ല, കണ്ടിട്ട് ട്രംപും ഇസ്രായേലും അതിന് ഒരു തീരുമാനം എടുക്കാൻ തോന്നുന്നില്ല. ഇറാനും ഉറപ്പായിട്ടും അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സോ അൺസർട്ടനിറ്റി അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഫൈനലി ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്സാണ്. 1-2% പ്രോഫിറ്റോ 1-2% ലോസോ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി പോകാമെന്നുള്ളതാണ്. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ടായിരുന്നു. BEL എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഏതൊക്കെയോ സ്റ്റോക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. BEL ഒരു 3-4% പ്രോഫിറ്റിലാണ്. ചിലപ്പോൾ അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ബൈയിങ് പ്രൈസിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിനെ ഒഴിവാക്കും. ആവറേജ് ചെയ്യുന്നതിന് പകരം, ഇല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അതിനെയും കൂടെ ഏതെങ്കിലും ചെറിയ ലോസസ് നിൽക്കുന്ന, ചെറിയ ലോസസും ചെറിയ പ്രോഫിറ്റും കൂടെ ക്യാൻസൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഒരു സ്റ്റോക്കിൽ 20,000, അടുത്ത സ്റ്റോക്കിൽ 20,000 കിടക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് അങ്ങോട്ടും 1% ഇങ്ങോട്ടും നിന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ച് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 40,000, അതായത് ക്യാപിറ്റലിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് തിരിച്ചു വരികയും ചെയ്യും. 40K തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ അതിന് നമുക്ക് നഷ്ടം വന്നതുമില്ല. അത് ഹെഡ്ജിങ് പോലത്തെ ഒരു ടൂള് തന്നെയാണ്. പ്രോഫിറ്റിൽ നിൽക്കുന്ന സ്റ്റോക്കും ലോസിൽ നിൽക്കുന്ന സ്റ്റോക്കും മാർക്കറ്റിലെ ഒരു വാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ പലപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക. പേഴ്സണലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ല, നല്ല സ്റ്റോക്സ് 40%, 50% പ്രോഫിറ്റിൽ നിൽക്കുന്നത് എൻ്റെ പല സ്റ്റോക്സിലും 20-25, 30-35% പ്രോഫിറ്റിലേക്ക് കിടപ്പുണ്ട്. അതിന് ലിറ്ററലി ഹോൾഡ് ചെയ്യും. ചിലപ്പോൾ അതൊരു 20-25 വരെയൊക്കെ താഴേക്ക് വന്നേക്കാം. ബട്ട് സ്റ്റിൽ അത്രയും വന്നിട്ട് ഒരു 10% താഴെ വന്നിട്ട് വീണ്ടും അത് തിരിച്ച്, നല്ല സ്റ്റോക്ക് ആയത് കാരണം മാർക്കറ്റ് തിരിച്ചു വരുമ്പോഴേക്കും അത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്, അവരവരുടെ മാത്രം ഡെസിഷനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഡെസിഷനാണ് പറഞ്ഞത്. ആ ക്യാപിറ്റൽ പെട്ടെന്ന് വെളിയിലെടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. സോ നിങ്ങളുടേത് എന്തെങ്കിലും നിങ്ങൾ അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന ക്യാപിറ്റലാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സെൽ ഓഫ് ചെയ്യുക, കാശ് വെളിയിലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വലിയ ലോസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രിം ഡൗൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ. സോ ഇത്രയാണ് മാർക്കറ്റിൽ ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത്. 24,300 24,300 അവിടെ ഇല്ല. 24,240, 24,100, 24,000. 24,000 തൊട്ട് നോക്കിയാൽ മതി. 24,000, 23,880, 23,800, 23,720, 23,600 എന്നിങ്ങനെ ലെവൽസ് ഉണ്ട്. ഇതിനും താഴേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അനാലിസിസ്. ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് ഒന്നും പറയാനില്ല. ക്രൂഡ് ഓയിലിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലെവൽസാണ് കിടക്കുന്നത്. 10,000 ആണ് ഇതിൻ്റെ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത്. സോ ദാറ്റ് അത് മൂവ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇനിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പെട്ടെന്ന് പോയി അവസാനമൊക്കെ ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുത്തതിന് ശേഷം എങ്ങാനൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 10% താഴേക്കും കറക്ഷൻ വരും. സോ അത് ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. സോ കൃത്യമായിട്ട് SL വെച്ചിട്ട് പെട്ടെന്ന് ട്രേഡ് ചെയ്ത് മാറുക. ലാഭത്തിൽ നിൽക്കുന്നെങ്കിൽ ട്രയൽ ചെയ്യുക, അല്ലാണ്ട് നഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യരുത്. നാച്ചുറൽ ഗ്യാസും സെയിം ഇത് തന്നെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ അടുത്ത ലെവൽ 8,000 ഇത് തന്നെയാണ്. 8,520 മേളിലേക്ക് 8,600, 680 റേഞ്ചൊക്കെ അടുത്ത ലെവൽസാണ്. 8,800 വരെ നിങ്ങൾക്ക് അതിൻ്റെ ടാർഗറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാം വൈഡാണ്. 8,400, 8,240, 8,000, 8,100 റേഞ്ചിലൊക്കെ ആയിരിക്കും അടുത്ത സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്യാസും സെയിം അത് തന്നെയാണ്. 304 മേളിൽ വലിയൊരു മൊമെൻറ്റം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, 300-304 മേളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ട്രേഡ് ഞാൻ അവിടെ ഷെയർ ചെയ്തിരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ 316, 324 ഒക്കെ അതിൻ്റെ അടുത്ത ടാർഗറ്റ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് 284 അതിൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.